കാനറ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ക്യാൻസർ ചികിത്സാ ചെലവ് ലഭിക്കും. കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉടമകൾക്ക് ക്യാൻസർ ചികിത്സാ ചെലവ് ലഭിക്കും. 10 ലക്ഷം വരെയുള്ള ക്യാൻസർ ചികിത്സാ ചെലവ് തിരികെ ലഭിക്കുന്ന കാനറ ഏഞ്ചൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പദ്ധതിക്ക് തുടക്കമായി. 70 വയസ്സ് വരെയുള്ള വനിതകൾക്ക് പദ്ധതിയിൽ ചേരാം. ലാവൻഡർ, റോസ്, ഓർക്കിഡ് എന്നിങ്ങനെ 3 തരം അക്കൗണ്ടുകൾ ഉണ്ട്. ഇവയിൽ സൂക്ഷിക്കുന്ന മിനിമം ബാലൻസ് അനുസരിച്ചാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക. ലാവൻഡറിൽ 5000 രൂപയും റോസിൽ 30,000 രൂപയും ഓർക്കിഡിൽ 1 ലക്ഷം രൂപയും ബാലൻസ് ഉണ്ടാകണം. ക്യാൻസർ കവർ ചികിത്സാ സൗകര്യത്തിന് പുറമെ 26 ലക്ഷം വരെയുള്ള പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സുരക്ഷയും ലഭിക്കും. പുരപ്പുറ സോളാർ നെറ്റ് മീറ്റർ റീഡിംഗ് സംവിധാനം തുടരും. സോളാർ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ആശ്വസിക്കാം. ഗ്രിഡുമായി ബന്ധിപ്പിച്ച പുരപ്പുറ സോളാർ പദ്ധതി സ്ഥാപിക്കുന്നവർക്കുള്ള നിലവിലെ നെറ്റ് മീറ്ററിംഗ് അടുത്ത ഏപ്രിൽ വരെ തുടരും. നിലവിലെ രീതിയിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയ റെഗുലേറ്ററി കമ്മീഷൻ ഗ്രോസ് മീറ്ററിംഗ് നടത്താൻ KSEB ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അറിയിച്ചു. മാറ്റത്തിന് ശുപാർശയുണ്ടായാൽ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഗുണഭോക്താക്കളുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ. ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന KSEB വൈദ്യുതിയിൽ നിന്ന് അവർ ബോർഡിന് നൽകുന്ന സോളാർ വൈദ്യുതി തട്ടിക്കിഴിച്ച് അധികം ഉപയോഗിച്ചതിന് മാത്രം ബില്ല് നൽകുന്നതാണ് നിലവിലെ സമ്പ്രദായം. ഈ രീതി അടുത്ത ഏപ്രിൽ മാസം വരെ തുടരും എന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥർ ഹാജരാകുന്ന സമയം അവരുടെ കൈവശമുള്ള തുകയും വിലപിടിപ്പുള്ള വസ്തുക്കളും സംബന്ധിച്ച വിവരം ഡെയിലി ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിൽ അല്ലെങ്കിൽ പേഴ്സണൽ ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണം. എല്ലാ വകുപ്പ് മേധാവികളും ഇക്കാര്യം ഉറപ്പാക്കണം എന്ന് പൊതുഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കി. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സംസ്ഥാന വ്യാപകമായി നടത്തിയ മിന്നൽ പരിശോധനയിൽ വിവിധ സർക്കാർ ഓഫീസുകളിൽ ക്യാഷ് ഡിക്ലറേഷൻ രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വർണ്ണപ്പണയ വായ്പ എടുക്കുന്നവർക്ക് ഇനി 20,000 രൂപയിൽ അധികം പണമായി കയ്യിൽ ലഭിക്കില്ല. ഇത് സംബന്ധിച്ച് RBI ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി. ആദായ നികുതി നിയമപ്രകാരം വായ്പാദാതാക്കൾക്ക് 20,000 രൂപയിൽ അധികം പണമായി നൽകുന്നതിന് വിലക്കുണ്ടെങ്കിലും ഇത് കൃത്യമായി പാലിച്ചിരുന്നില്ല. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് മുഴുവൻ വൈദ്യുതിയും സൗജന്യമായി നൽകുമെന്ന് KSEB. എയർബെഡ്, സക്ഷൻ ഉപകരണം, ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയവയ്ക്കാണ് ആനുകൂല്യം. ഉപകരണങ്ങളുടെ വാട്ടേജ്, ഉപയോഗിക്കുന്ന മണിക്കൂറുകൾ എന്നിവ അടിസ്ഥാനമാക്കി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ 6 മാസത്തേക്കാണ് ഇളവ് അനുവദിക്കുക. അതിനുശേഷം സർക്കാർ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിന്മേൽ ഇളവ് വീണ്ടും അനുവദിക്കും. ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ വിവരങ്ങൾ ലഭിക്കും. ആനുകൂല്യം ലഭിക്കാൻ വെള്ളക്കടലാസിൽ സത്യവാങ്മൂലം സമർപ്പിച്ചാൽ മതി. ആധാരം രജിസ്റ്റർ ചെയ്യാൻ ഇനി മുതൽ വിൽപ്പന കരാർ നിർബന്ധം. ഫ്ളാറ്റുകളുടെയും അപ്പാർട്ട്മെന്റുകളുടെയും ആധാരം രജിസ്റ്റർ ചെയ്യാൻ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിൽപ്പന കരാറിന്റെ പകർപ്പ് ഹാജരാക്കണമെന്ന് സർക്കാർ വ്യക്തമാക്കി. സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിപ്പ് തടയുന്നതിനായാണ് നികുതി വകുപ്പിന്റെ പുതിയ ഉത്തരവ്. നിർമ്മാണം നടത്തുന്ന വസ്തു 500 ചതുരശ്ര മീറ്ററിൽ കൂടുകയോ 8-ലധികം അപ്പാർട്ട്മെന്റ് ഉണ്ടാവുകയോ ചെയ്താൽ KRERയിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന് നിബന്ധനയുണ്ട്. പദ്ധതിയുടെ വിശദാംശങ്ങൾ, അംഗീകൃത പ്ലാൻ, വിൽപ്പന കരാർ എന്നിവ നൽകി വേണം രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. KSRTC ബസ് സർവീസ് റദ്ദാക്കിയാൽ റീഫണ്ട് ലഭിക്കും. KSRTC ബസ്സുകൾ സർവീസ് റദ്ദാക്കിയാൽ ഓൺലൈനായി ടിക്കറ്റ് റിസർവ് ചെയ്തവർക്ക് 24 മണിക്കൂറിനുള്ളിൽ റീഫണ്ട് നൽകുമെന്ന് KSRTC. കാലതാമസം നേരിട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. 2 മണിക്കൂറിൽ അധികം വൈകി പുറപ്പെടുക, സർവീസ് മുടങ്ങുക എന്നിവ മൂലം യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകും. തകരാർ, അപകടം അടക്കമുള്ള കാരണങ്ങളാൽ സർവീസ് പൂർണ്ണമായി നടത്താതെ വന്നാൽ റീഫണ്ട് 2 ദിവസത്തിനുള്ളിൽ നൽകും. വിവരങ്ങൾക്കും പരാതികൾക്കും ഇവിടെ കാണുന്ന ഇമെയിലിൽ ബന്ധപ്പെടുക. വായ്പ കിട്ടിയ ശേഷം മാത്രമേ പലിശ ഈടാക്കാവൂ. വായ്പാ തുക ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ ലഭ്യമാക്കുന്ന തീയതി മുതലേ പലിശ ഈടാക്കാവൂ. വായ്പ അനുവദിക്കുന്ന അല്ലെങ്കിൽ വായ്പാ കരാർ ഒപ്പിടുന്ന തീയതി മുതൽ പലിശ ഈടാക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് RBI വ്യക്തമാക്കി. ചെക്ക് വഴി വായ്പാ തുക നൽകുമ്പോൾ അതിലെ തീയതി മുതലാണ് പല സ്ഥാപനങ്ങളും പലിശ ഈടാക്കുന്നത്. ഉപയോക്താവിന് ചെക്ക് കയ്യിൽ കിട്ടുന്നത് ഒട്ടേറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാകും. വായ്പാ കുടിശ്ശികയുള്ള കാലയളവിൽ മാത്രം പലിശ ഈടാക്കുന്നതിന് പകരം മുഴുവൻ മാസത്തിലും പലിശ ഈടാക്കുന്നതും ശരിയല്ലെന്ന് RBI വ്യക്തമാക്കി. കേരള ബാങ്ക് വിവരാവകാശ നിയമം പരിധിയിൽ വരും.
കേരള ബാങ്കിന് വിവരാവകാശ നിയമം ബാധകമാണെന്ന് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എം ദിലീപ് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി പരിഗണിച്ചാണ് കമ്മീഷൻ ഉത്തരവ്. വിവരാവകാശ നിയമപ്രകാരം കേരള ബാങ്കിൽ നൽകിയ അപേക്ഷയിൽ വിവരം നൽകിയില്ലെന്നും നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു പരാതി. കേരള ബാങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെയും അപ്പീൽ അധികാരിയെയും ഉടൻ നിയമിക്കണമെന്നും ജനറൽ മാനേജർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. വരൾച്ച, മഴക്കെടുതി, നഷ്ടപരിഹാരത്തിന് ജൂൺ 30 വരെ അപേക്ഷിക്കാം. വരൾച്ചയിലും മഴക്കെടുതിയിലും കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കാനുള്ള തീയതി ജൂൺ 30 വരെ നീട്ടി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇതുവരെ കൃഷിനാശം റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിലെ കർഷകർ കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ ആണ് അപേക്ഷിക്കേണ്ടത്. കൃഷിഭവനിലെ പ്രഥമ വിവര റിപ്പോർട്ട് പ്രകാരമാണ് അപേക്ഷ നൽകേണ്ടത്. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശങ്ങൾ കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്യണം.